ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. സോ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് നാൾക്കും നാൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ conflicts have been increasingly damaging for each countries. So it's okay, it is going on like only. Last Monday night ഒരു 9 മണി അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ജനങ്ങൾ അവരുടെ നോമ്പ് അവസാനിപ്പിച്ച്, റോജയെല്ലാം അവസാനിപ്പിച്ച്, ഫുഡ് കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് രാത്രി 9 മണിക്ക് പാകിസ്ഥാൻ ഭയങ്കരമായിട്ടുള്ള ബോംബാർഡ്മെൻറ്റ് നടത്തി. കാബൂളിലെ എല്ലാ സ്ഥലങ്ങളും, ഒരുപാട് സ്ഥലങ്ങൾ, കാബൂൾ സിറ്റിയുടെ ഒരുപാട് സ്ഥലങ്ങളിൽ, അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റൽ ടൗണ് കാബൂളിൻ്റെ പല സ്ഥലങ്ങളിലുമായി ബോംബ് വർഷിച്ചു. Pakistan is attacking Afghanistan attacked a hospital in Kabul on Monday at about 9 p.m., killing more than 400 peoples and injuring about thousands of persons. ബോംബിട്ടത് മറ്റെവിടെയുമല്ല, ഒരു ഹോസ്പിറ്റൽ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇറാനിൽ US അലി ഒരു സ്കൂളിൽ ബോംബിട്ട് തന്നെ വളരെയധികം വേദനാജനകമായൊരു കാര്യമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഹോസ്പിറ്റൽ ബോംബിട്ട് തകർത്തിരിക്കുകയാണ്. അതിൽ കണ്ടു നിൽക്കുന്ന ഐ വിറ്റ്നസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അടുത്ത റൂമിലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ വലിയൊരു ഹാള്, ഒരു മധ്യഭാഗം കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ്. തകർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആ ബെഡിൽ കിടക്കുന്ന പേഷ്യൻസ് ഇതെന്താണെന്ന് പോലും അറിയാതെ അവർ കത്തി ചാരമായി തീരുകയാണ് ഉണ്ടായത്. വാട്ട് എ ട്രാജഡി. പാകിസ്ഥാൻ ഈ റംസാൻ മാസത്തിൽ ഒരു ഇസ്ലാമിക് കൺട്രിയായ പാകിസ്ഥാൻ മറ്റൊരു ഇസ്ലാമിക് കൺട്രിയായ അഫ്ഗാനിസ്ഥാനെ ഇതുപോലെ ആക്രമിച്ച ഒരു സംഭവം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അതും ഈ പർട്ടിക്കുലർലി ദിസ് മന്ത്. എന്താണെന്നറിയില്ല, ഈ റംസാൻ മാസത്തിലാണ്, ഈ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ എല്ലാം, ഈ മുസ്ലിം കൺട്രികളിലെല്ലാം യുദ്ധം നടക്കുന്നത്. ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. ഈ വാർത്ത കേട്ടിട്ട് വല്ലാത്തൊരു, ഈ ലോകം എങ്ങോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവരുടെയൊക്കെ മനസ്സിൽ, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്, അത് ആലോചിച്ചിട്ട് നമുക്കൊരു വിമിഷ്ടം പോലെ. ദർ ഈസ് നോ മീനിങ് ഓഫ് ലൈഫ്, ദർ ഈസ് നോ മീനിങ് ഓഫ് മാൻകൈൻഡ്, നത്തിങ്. എല്ലാവരും അവരുടെ പവർ കാണിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇറ്റ് ഈസ് വെരി വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ ആ ഒരു സംഭവം മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ ഈ കോൺഫ്ലിക്ട്സിൻ്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്കൊന്ന് പോകണം. ബാക്ക്ഗ്രൗണ്ട്: ദി തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ, TTP. പാകിസ്ഥാനിലൊരു താലിബാനുണ്ട്, തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ മെയിൻറ്റെയിൻസ് സാങ്ച്വറീസ് ഇൻ അഫ്ഗാനിസ്ഥാനിൽ കുറേ നഴ്സറി പോലെ, സാങ്ച്വറി പോലെ അവർ നടത്തുന്നുണ്ട്. ലെവറേജിങ് ഐഡിയോളജിക്കൽ അലൈൻമെൻറ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ടൈസ് വിത്ത് ദി അഫ്ഗാൻ താലിബാൻ ടു ഓപ്പറേറ്റ് അക്രോസ് ദി ബോർഡർ. പാകിസ്ഥാൻ താലിബാൻ ഇത് ഐഡിയോളജിയിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് സിമിലറാണ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ളൊരു അലൈൻമെൻ്റ് ഉണ്ട്, ഐഡിയോളജിക്കൽ അലൈൻമെൻറ്റ്. അപ്പോൾ അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ്
ടെററിസ്റ്റ് പോലെ വർക്ക് ചെയ്യുക പാകിസ്ഥാൻ്റെ ഉള്ളിൽ. അതാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ പറയുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാൻ ഈ TTP ആണ് ആക്ച്വലി അറ്റാക്ക് ചെയ്യുന്നത്. TTPയെ സംരക്ഷിക്കുന്ന അഫ്ഗാനിസ്ഥാനെയും അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് അവർ പറഞ്ഞുകൊണ്ട് വരുന്ന കഥകൾ. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ ബന്ധങ്ങളിൽ എന്നും ഇടയ്ക്ക് കയറി വരുന്നത് ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനാണ്. ഇതിൻ്റെ ഒരു കീ ആസ്പെക്ട്സ് നമുക്ക് നോക്കാം. സാങ്ച്വറി ആൻഡ് സപ്പോർട്ട്. താലിബാൻ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ്റെ ഒരു അലിഗേഷൻ. അവരുടെ ഒരു പരാതി ഇതാണ്: നിങ്ങൾ TTPയെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് അവർക്ക് വേണ്ടി വെപ്പൺസ് പ്രൊവൈഡ് ചെയ്യുന്നു, വെപ്പൺ പെർമിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, ഗീവ് സെക്യൂരിറ്റി പാസസ് എന്നൊക്കെ പറയുന്നു. സെക്കൻഡ്ലി, ഐഡിയോളജിക്കൽ ടൈസ്. ഐഡിയോളജിക്കൽ ടൈസ് എന്ന് പറഞ്ഞപ്പോൾ ശരിയായൊരു ഇസ്ലാമിക് ശരീഅത്ത് എന്നൊക്കെ പറഞ്ഞ ലോ, ഇസ്ലാമിക് ലോ ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്യുന്നവരാണ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ. അതേ സെയിം ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരാണ് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. വേറാസ് ദേ ആർ ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് ലെവലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ പാകിസ്ഥാനിലധികം ബുർഖ ധരിച്ചും ഈ സംഭവമൊന്നും കാണൂല. ഇസ്ലാമിക് ആറ്റിറ്റ്യൂഡ് പാകിസ്ഥാൻ TV ഒക്കെ നോക്കി ജീൻസും ടീഷർട്ടും ഇട്ടിട്ടാണ് പെണ്ണുങ്ങൾ അവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവർ ഇസ്ലാമിക് കൺട്രി അല്ല എന്നും അവരുടെ സംസ്കാരം ഇസ്ലാമിസം ശരിക്കും അവർ ആഘോഷിക്കുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല എന്നുമാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. സോ ഈവൻ ഇന്ത്യയിൽ പോലും മുസ്ലിം സ്ത്രീകളെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർ വളരെ അവരുടെ ഒരു ഇസ്ലാമിക് സംഭവം ഫോളോ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. സോ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. അതുകൊണ്ട് പാകിസ്ഥാനെ ഒരു മിസ്മാച്ചായിട്ടാണ് കാണുന്നത്. അവരുടെ പഞ്ചാബി ഒരു മുഹാവര എന്ന് പറയും, ഒരു കഹാവത്ത് എന്ന് പറയും, അതായത് ഒരു പ്രോവർബാണത്. ആദാ തിത്തർ ആദാ ബട്ടേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളായിട്ട് മുസ്ലിമും അല്ല ഫുള്ളായിട്ട് വെസ്റ്റും അല്ല, രണ്ടിൻ്റെ ഒരു മിസ്മാച്ച് പോലെയാണ് അവരുടെ പാകിസ്ഥാനിലെ ഇസ്ലാമിക് കൺട്രി ആയിട്ട് പോലും പാകിസ്ഥാൻ ജീവിക്കുന്നത് ആ ഒരു സ്റ്റൈലിലാണ്. അവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശത്രുബോധമൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഇസ്ലാമിക് രീതിയിലൊക്കെ പറയുമെങ്കിലും അവരുടെ ജീവിതം നുണയും കൊതിയും പറഞ്ഞ് ദുഷ്ടചിന്തകളും വെച്ച് നടക്കുന്ന ഒരു ജനസമൂഹം എന്നേ പറയാവുള്ളൂ. അവരൊക്കെ ഖുർആൻ വായിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ഗോഡ് ഓൺലി നോസ്. എനിവേ, ഇറ്റ് ഈസ് നോട്ട് മൈ സബ്ജക്റ്റ്. ഓപ്പറേഷണൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ TTP യൂസ് ദി സ്പേസ് ടു ട്രെയിൻ, റീഗ്രൂപ്പ് ആൻഡ് ലോഞ്ച് അറ്റാക്സ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഈ ട്രെയിനിങ് എല്ലാം അഫ്ഗാനിസ്ഥാനിലാണ് ഈ TTP നടത്തുന്നത്. സ്ട്രാറ്റജിക് ഡിലീമ. വൈൽ പാകിസ്ഥാൻ പ്രഷേഴ്സ് കാബൂൾ ടു ആക്ട്, ദി അഫ്ഗാൻ താലിബാൻ ആർ ഹെസിറ്റന്റ്. അതായത് സ്ട്രാറ്റജിയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇവരോട് അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ TTPയെ നിങ്ങൾ അറ്റാക്ക് ചെയ്യണം, അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ അപ്രിഹെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് പറയുന്നത്. ബട്ട് അഫ്ഗാനിസ്ഥാൻ ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ തന്നെയാണ് ബിക്കോസ് TTP ആണ് ഒറിജിനൽ പാകിസ്ഥാനേക്കാളും കൂടുതൽ ഇസ്ലാം ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണ അഫ്ഗാനിസ്ഥാനുണ്ട്. അതുകൊണ്ട് TTPയെ അവരൊന്നും ചെയ്തില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ദേ ആർ ജസ്റ്റ് അസിസ്റ്റൻറ്റ് ടു ഡു എനി ആക്ഷൻ അഗൻസ്റ്റ് TTP. സോ താലിബാൻ്റെ ആ ഒരു സംഭവം പാകിസ്ഥാൻ ഇഷ്ടപ്പെടില്ല. അഫ്ഗാനിസ്ഥാനാണെങ്കിലോ അഫ്ഗാനിസ്ഥാൻ ഇവരുടെ ബോർഡർ ഡൂറൻഡ് ലൈൻ, അതായത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വിഭജിക്കുന്ന ഡൂറൻഡ് ലൈൻ എന്ന ബോർഡർ അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നേയില്ല. ദേ ജസ്റ്റ് ഡോണ്ട് അപ്രൂവ് ദാറ്റ് ലൈൻ ബിക്കോസ് അവരുടെ പസ്തൂൺ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അഫ്ഗാൻ്റെ സ്വന്തം ആളുകളാണെന്നും ഞങ്ങളുടെ ഒരു ആ ഏരിയ അതിനിടയ്ക്ക് കൂടെയാണ് ഈ ലൈൻ വന്നതെന്നും ആ ബോർഡർ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് ബോർഡറിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നത്, അതുകൊണ്ട് ഈ ഡൂറൻഡ് ലൈൻ എന്ന രേഖയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ദി ബോർഡർ. ഈ താഴെ വരെ ഞങ്ങളുടെ സ്ഥലമാണ്. ആ ഭൂപ്രദേശങ്ങളെല്ലാം ഏതാണ്ട് മലയോര പ്രദേശങ്ങളാണ് ആ ഭാഗം, അതെല്ലാം ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെടുന്നതാണ്
അഫ്ഗാനിസ്ഥാൻ ദേ ഡോണ്ട് ബിലീവ് ഓൺ ദി ഡ്യൂറൻറ്റ് ലൈൻ. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ഡിലീമ അവിടെ ഉണ്ട്. മിലിറ്ററി റിറ്റാലിയേഷൻ. ദി സാങ്ച്വറി ഇഷ്യൂ ഹാസ് കോസ്ഡ് ഇമ്മൻസ് ടെൻഷൻ ലീഡിങ് ടു പാകിസ്ഥാനി എയർ സ്ട്രൈക്ക് ഇൻസൈഡ് അഫ്ഗാനിസ്ഥാൻ. ഈ ഒരു പ്രശ്നം കാരണം ഈ യുദ്ധം മൂർച്ഛിച്ചപ്പോൾ പാകിസ്ഥാൻ എയർ സ്ട്രൈക്കാണ് നടത്തിയത് അഫ്ഗാനിസ്ഥാനിൽ, നോയിങ് വെരി വെൽ ദാറ്റ് ദർ ഈസ് നോ എയർഫോഴ്സ് ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ മിലിറ്ററിയിൽ വളരെ ബാക്കിലാണ്. പക്ഷെ ഒരു കാര്യമല്ല, അവരുടെ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ടായിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റത്തില്ല. അവിടെ ആക്രമിച്ച് കീഴടക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. കാരണം അവർ ഭയങ്കര ലഡാക്കുമാണ്, ഭയങ്കര സൂപ്പർ ഫൈറ്റേഴ്സാണ്. അവർക്ക് സാങ്കേതികതയും ടെക്നോളജിയൊക്കെ കുറച്ച് കുറവാണെങ്കിലും എയർഫോഴ്സ് ഇല്ല, നേവിയുടെ പിന്നെ ആവശ്യമില്ല. ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് അഫ്ഗാനിസ്ഥാൻ, സമുദ്രമില്ല, അതുകൊണ്ട് നേവി ഇല്ല, എയർഫോഴ്സ് പോലും ഇല്ല. കുറച്ച് ഹെലികോപ്റ്റേഴ്സാണ് അവിടെ ആകെ മൊത്തം ഉള്ളത് അവരുടെ കയ്യിൽ. പിന്നെ വെപ്പണറി ഉണ്ട്, വെപ്പണറി അവർക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പലയിടങ്ങളിലും. ബട്ട് എബോവ് ഓൾ ദേ ആർ ഗ്രേറ്റ് ഫൈറ്റേഴ്സ്. അവർ ജീവൻ കൊടുത്തും അവർക്കൊരു വിഷയമല്ല, ഈ ജീവൻ കൊടുക്കുന്നതും മരിക്കുന്നതും ഒരു വിഷയമല്ല. ദേ ആർ ബോൺ ടു ഫൈറ്റ് എന്നുള്ള രീതിയിലാണ്. സോ കറണ്ട് സ്റ്റാറ്റസ്, ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാബൂൾ ആൻഡ് ഇസ്ലാമാബാദ് ഹാസ് ഡിറ്റോറിയേറ്റഡ് ഇൻ ടു ഓപ്പൺ വാർഫെയർ. ഒരു ഓപ്പൺ വാർഫെയർ ആയിട്ട് മാറിയിരിക്കുകയാണ് അവരുടേത്. അവർ എഗൻസ്റ്റ് വാർ ഡിക്ലെയർ ചെയ്ത് പോലെ പക്ക വാറാണ്. വിത്ത് ഫ്രീക്വൻറ്റ് ക്ലാഷസ് അലോങ് ദി ബോർഡറിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ദി അഫ്ഗാൻ താലിബാൻ ജനറലി ഡെനി പ്രൊവൈഡിങ് സേഫ് ഹാവൻ, ഇൻസിസ്റ്റിംഗ് ദാറ്റ് ദി TTP ഈസ് പാകിസ്ഥാൻസ് ഡൊമസ്റ്റിക് ഇഷ്യൂ. ശരിക്ക് അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഈ TTPയും പ്രശ്നങ്ങളും നിങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾക്ക് അതിൽ യാതൊന്നുമില്ല. വി ആർ നോട്ട് പ്രൊവൈഡിങ് എനി സേഫ് ഹെവൻ. നമ്മൾ അവർക്ക് ഒരു സുരക്ഷയും ഒരുക്കുന്നില്ല അവിടെ എന്നാണ് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇവർ ഈ ക്ലാഷസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും. അഫ്ഗാനിസ്ഥാൻ നന്നായിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുന്നുണ്ട്. ചലോ ബാക്ക് ടു ദി ഹോസ്പിറ്റൽ അറ്റാക്ക്. ഈ ഹോസ്പിറ്റൽ, കാബൂളിലുള്ള ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു നശാമുക്ത കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ലഹരി മുക്ത കേന്ദ്രം. ലഹരിയിലായ ആളുകളെ ലഹരിയിൽ നിന്നും ഡി അഡിക്ഷൻ സെൻറ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണത്. അതായത് അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ഇൻവേഷൻ നടന്ന ഒരു സ്ഥലമാണല്ലോ അഫ്ഗാനിസ്ഥാനെ വിളിക്കുന്നത് തന്നെ കൺട്രി ഓഫ് ഗ്രേവ് യാർഡ് എന്നൊക്കെയാണ്. ശവപ്പറമ്പുകളുടെ ഒരു രാജ്യമാണത്. സോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടെൻഷനിൽ ജീവിക്കുന്ന ആളുകളാണ്. കുട്ടികളെയൊന്നും ആർക്കും നോക്കാൻ പറ്റുന്നില്ല. ആണുങ്ങളെല്ലാം ഫൈറ്റിന് പോകും, പെണ്ണുങ്ങളെല്ലാം ഭക്ഷണം ഉണ്ടാക്കി. പിന്നെ അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാത്തൊരു ലൈഫാണ്. പെണ്ണുങ്ങളെ അടിമകളെ പോലെ കാണുന്ന ഒരു സംഭവമാണ് അവിടുത്തെ. അപ്പോൾ ഈ കുട്ടികളെയൊന്നും നോക്കാൻ ആരും സമയമില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് യുവത്വം നശിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അതിന് വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലഹരി മുക്ത കേന്ദ്രമായി വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിനെയാണ് പാകിസ്ഥാൻ ആക്രമിച്ചത്. ഇത്രയും വലിയ ട്രാജഡി ഉണ്ടായത് അങ്ങനെയാണ് അവിടെ. ഓക്കെ, ഈ ഹോസ്പിറ്റൽ ഒരു ഫോറൻസിക് ലാബോറട്ടറിയൊക്കെയാണ് ഇവർ ആക്രമിച്ചത്. ടാർഗറ്റ് എന്തൊക്കെയായിരുന്നെന്ന് നോക്കാം. ടാർഗറ്റ്സ് ഇൻക്ലൂഡഡ് ഏരിയാസ് നിയർ ദി അഫ്ഗാൻ ഡിഫൻസ് മിനിസ്ട്രി. അവിടെ അഫ്ഗാൻ ഡിഫൻസ് മിനിസ്ട്രി ഉണ്ട്, ഇൻ്റലിജൻസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ആൻഡ് റിഹാബ് സെൻറ്റർ, ഈ പറഞ്ഞ റിഹാബ് സെൻറ്റർ നിയർ കാബൂൾ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആക്രമിച്ചത്. ടൈമിംഗ് ഓഫ് ദി അറ്റാക്സ്, എനിക്ക് ഇനിയാണ് പറയാനുള്ളത് ഈ കാര്യങ്ങൾ. ഈ ഒരു ടൈമിംഗ് എങ്ങനെ ചൂസ് ചെയ്തു? ഈ അറ്റാക്ക് ഇങ്ങനെ അവർ ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? റംസാൻ മന്ത് അറ്റ് 9 PM ആഫ്റ്റർ റോജ, എല്ലാം ഇമോഷണലി തറ പറ്റിക്കുന്ന രീതിയിലാണ്. ഈ റംസാൻ പീരീഡിൽ ഒരു അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ റൈറ്റ് തിങ്. സോ അതും റോസ കഴിഞ്ഞ് 9 മണിക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഈ ഹോസ്പിറ്റലിനകത്ത് ട്രീറ്റ്മെൻറ്റുമായിട്ട് കഴിയുമ്പോഴാണ് തലയ്ക്ക് മുകളിലൂടെ ബോംബ് വന്നു വരുന്നത്. ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. നെക്സ്റ്റ്, മിഡിൽ ഈസ്റ്റ് വാർ where Pakistan is supposed to be fighting Iran alongside US and Israel.
US-ൻ്റെയും ഇസ്രായേലിൻ്റെയും കൂടെ നിന്ന് ഇറാനെ ആക്രമിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ആക്ച്വലി പാകിസ്ഥാൻ നിൽക്കുന്നത്. പക്ഷെ പാകിസ്ഥാന് ഇറാനെ തൊടാൻ ധൈര്യമുണ്ടോ? ഇല്ല. അവരും മുസ്ലിങ്ങളുടെ വലിയ ഉമ്മയാണെന്നും പറഞ്ഞ് നടക്കല്ലേ. ബട്ട് അതും ഒരു കാരണം. പാകിസ്ഥാൻസ് allegiance to Saudi Arabia for Saudi's protection, for which huge amounts have already been received by Pakistan. പാകിസ്ഥാനും സൗദി അറേബ്യയുമായിട്ടുള്ള ഡിഫൻസ് പാക്കുണ്ട്. ആ ഡിഫൻസ് പാക്കേജിൻ്റെ അനുസരിച്ച് പാകിസ്ഥാൻ്റെ ഡ്യൂട്ടിയാണ്, പാകിസ്ഥാൻ ഈസ് ഡ്യൂട്ടി മോൺ ടു പ്രൊട്ടക്റ്റ് സൗദി അറേബ്യ. അവരുടെ അടുത്ത് സെക്യൂരിറ്റി നോക്കേണ്ട, അതിനുവേണ്ടി കാശ് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പക്ഷേ അവിടെ ചെന്നാലും ആക്രമിക്കേണ്ടി വരിക ആരാണ്? ഇറാനെയാണ്. ഇറാനെ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഇറാനുമായിട്ട് 900 കിലോമീറ്റേഴ്സ് ബോർഡർ ഉണ്ട് പാകിസ്ഥാൻ്റെ. അവർക്ക് പണി പാലും വെള്ളത്തിൽ വരും. ഒന്നത്, പാകിസ്ഥാൻ ഓൾസോ റിസീവ്ഡ് അമേരിക്കൻ എയ്ഡ് ഇൻ ടേംസ് ഓഫ് IMF ലോൺസ് ആൻഡ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്. അമേരിക്കയിൽ നിന്ന് കടം എത്ര വാങ്ങിയെന്ന് പാകിസ്ഥാന് തന്നെ അറിയത്തില്ല. അവർക്ക് പിന്നെ അതൊരു ടെൻഷനല്ല, കാരണം അവർ തിരിച്ചു കൊടുക്കുന്നില്ല, അതുകൊണ്ടൊരു ടെൻഷനൊന്നുമില്ല. അവർ അമേരിക്കയിൽ നിന്നും ഇൻ ടേംസ് ഓഫ് IMF ലോൺ വകരെ എടുക്കുന്നുണ്ട്. അതുപോലെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഒരുപാട് കിട്ടുന്നുണ്ട്. അവരുടെ എയർക്രാഫ്റ്റ്സ് എല്ലാം അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണ്. സോ പാകിസ്ഥാൻ ട്രൈ ടു എസ്കേപ്പ്. രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അറ്റാക്കിലൂടെ പാകിസ്ഥാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഫൈറ്റിംഗ് ഗാസ അലോങ് സൈഡ് ഇസ്രായേൽ. ഗാസയിലും അവർക്ക് കമ്മിറ്റ്മെൻറ്റാണ്, ഓബ്ലിഗേഷൻ ആയിട്ടുണ്ട്. ഗാസയിലും പോയിട്ട് ഗാസയിലുമുള്ള പാവങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള, അതെല്ലാം അമേരിക്ക അവരെ കൊണ്ട് പലയിടത്തും എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്. അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണം. കാരണം ഗാസയിൽ പോയിട്ട് അവരെന്തെങ്കിലും ആക്ഷൻ നടത്തിയാൽ ലോക മുസ്ലിം കൺട്രീസ് എല്ലാവരും അവർക്ക് എഗൻസ്റ്റ് ആവും. സെക്കൻഡ്, ഫൈറ്റിംഗ് ഇറാൻ അലോങ് സൈഡ് സൗദി അറേബ്യ. സൗദി അറേബ്യയുമായി ചേർന്ന് അല്ലെങ്കിൽ US-ഉം ഇസ്രായേലുമായി ചേർന്ന് ഇറാനോട് ഫൈറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാകിസ്ഥാൻ ഒരുക്കിയ അവർ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ് ഈ അറ്റാക്കും കാര്യങ്ങളും. പാവങ്ങളായ അഫ്ഗാനിസ്ഥാൻ പേഷ്യൻസിനൊക്കെ ബോംബിട്ട് കൊല്ലുന്ന ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് ദേ ആർ ജസ്റ്റ് റീസണിങ് ദംസെൽഫ്. പാകിസ്ഥാൻ വിൽ പ്ലീഡ് US ആൻഡ് സൗദി അറേബ്യ നൗ. ഇനി അമേരിക്കയുടെയും സൗദി അറേബ്യയുടെ മുമ്പിൽ അവർ കേണപേക്ഷിക്കും. ദാറ്റ് ഇറ്റ് ഹാസ് ഓൺ പ്രോബ്ലംസ് ഇൻ ദെയർ ബാക്ക്യാർഡ് ആൻഡ് നോട്ട് ഇൻ എ പൊസിഷൻ ടു പാർട്ടിസിപ്പേറ്റ് വാർ ഇൻ മിഡിൽ ഈസ്റ്റ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ അഫ്ഗാനിസ്ഥാനെ കൊണ്ട് യാതൊരു രക്ഷയുമില്ല, അപ്പുറത്ത് ബലോചിസ്ഥാനെ കൊണ്ട് രക്ഷയില്ല. ഇങ്ങനെ അവസരത്തിൽ ഞങ്ങളെങ്ങനെ അവിടെ ഒന്ന് യുദ്ധം ചെയ്യാനാണ്? ഞങ്ങളെ ഒന്ന് മാഫാക്കണം, ഞങ്ങളെ ഒന്ന് സ്പെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ അവരോട് എന്ത് ചെയ്യും? റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്കും തോന്നുന്നു ശരി, അവർ പറയുന്നത് ശരിയാണ്, പാകിസ്ഥാൻ ഇവർക്ക് ദേ ആർ ഓൾറെഡി ഇൻ ഗ്രേറ്റ് ട്രബിൾ, അവിടെ നിൽക്കട്ടെ തൽക്കാലം എന്ന് പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് ഇവരുടെ. കാരണം ഇവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന സേനയും സേനാധിപനുമാണ് അവിടെയുള്ളത്. സേനാധിപൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫീൽഡ് മാർഷലൊക്കെ ആണെന്ന് പറയും. അയാൾ ഒരിക്കലും റിട്ടയർ ആവുന്നില്ല പറയും. ആസിഫ് മുനീർ. ആസിഫ് മുനീറിനെതിരെ അഫ്ഗാനിസ്ഥാൻ ഫത്വ ഇറക്കിയിരിക്കുകയാണ്. അതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. അയാളെ തീർച്ചയായിട്ടും ഈ പെരുന്നാളിന് മുമ്പ് തന്നെ തട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയാറില്ല. അവരെത്ര സമയം എടുക്കുകയാണെങ്കിലും ദേ വിൽ ഡു വാട്ട് ദേ വാണ്ടഡ് ടു ഡു. സോ ലെറ്റ് us see what happens. പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഒന്നുമില്ല, ഒരു കമ്പാരിസനും ഇല്ലാത്ത സംഭവമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഞാൻ ആദ്യം പറയും, അഫ്ഗാനിസ്ഥാൻ്റെ രണ്ടാമത് പറയും. ഡിഫൻസ് ഫോഴ്സസ് പാകിസ്ഥാൻ 6,60,000 പേഴ്സൺസ് പട്ടാളക്കാരാണ്. വേറാസ് അഫ്ഗാനിസ്ഥാൻ ഹാസ് ഓൺലി 1,72,000 ഓൺലി. അത് കംപ്ലീറ്റ് കരസേനയാണ്. നേരെ മറിച്ച് ഡിഫൻസ് ഫോഴ്സിൽ പാകിസ്ഥാൻ്റെ അടുത്ത ആർമി 5,60,000, എയർഫോഴ്സ് 70,000, നേവി 30,000. അഫ്ഗാനിസ്ഥാന് എയർഫോഴ്സും ഇല്ല, നേവിയും ഇല്ല. കോമ്പാക്ട് എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ഹാസ് 502 കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇല്ല. അറ്റാക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് പാകിസ്ഥാൻ്റെ അടുത്ത് 110
whereas Afghanistan has only 65. Main battle tanks, പാകിസ്ഥാൻ്റെ അടുത്ത് ടാങ്ക് 4000 ഉണ്ട്, whereas Afghanistan has only a few, 600 only. വാർഷിപ്സ്, പാകിസ്ഥാൻ്റെ അടുത്ത് 8, അഫ്ഗാനിസ്ഥാൻ്റെ അടുത്ത് നിൽ. സബ്മറൈൻസ്, പാകിസ്ഥാൻ്റെ അടുത്ത് 8, അഫ്ഗാനിസ്ഥാൻ്റെ അടുത്ത് നിൽ. പാരാമിലിറ്ററി 304,000 വിത്ത് പാകിസ്ഥാൻ, ദർ ഈസ് നോൺ വിത്ത് അഫ്ഗാനിസ്ഥാൻ. പക്ഷെ ഒരു കാര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ മുകളിലാണ്, എന്ത്? പെർ ക്യാപിറ്റ ഇൻകം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ 0.908 പെർ 100 പേഴ്സൺസ്, 1000 ആളുകളിൽ 0.902 ആണ്. വേറാസ് അഫ്ഗാനിസ്ഥാനിൽ 5.91 പെർ 1000 പേഴ്സൺസ്. അതൊരു നല്ല കാര്യം, കാരണം അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പീപ്പിളാണ്. ഉള്ള സൗകര്യത്തിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അഫ്ഗാനിസ്ഥാൻ. മോറോവർ ഇന്ത്യ ഈസ് മേക്കിംഗ് ഗ്രേറ്റ് എഫേർട്സ് ടു റീബിൽഡ് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. സോ ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നമ്മളെ യുദ്ധം ഒന്നുകൂടെ മുറുകത്തേ ഉള്ളൂ. ഈ മിഡിൽ ഈസ്റ്റിലുള്ള പ്രശ്നം വേറെ. ഇതൊക്കെ എവിടെ വരെ എത്തുമെന്നൊന്നും യാതൊരു പിടിയും നമുക്കില്ല. ഓക്കെ, സോ ഈ വീഡിയോ ഇന്നത്തെ ഇഷ്ടം ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് പലരും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച്. ബൈ.